കോൺഗ്രസിൽ പുനഃസംഘടന വേണോ? അതിൽ പാളയത്തിൽ പട പുകയാണോ ഇപ്പോഴെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കൂടിയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ് ക്യുവേറ്റിനൊപ്പം ചേരുന്നത്. നമസ്കാരം. ആദ്യ ചോദ്യം അതാണ്, കോൺഗ്രസിൽ, സംസ്ഥാന കോൺഗ്രസിൽ ഒരു പുനഃസംഘടന അത്യാവശ്യമാണോ? കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ ജനാധിപത്യ പാർട്ടിയാണ്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് നടന്നത് 92-ലാണ്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. പിന്നീടുണ്ടായ പ്രസിഡന്റുമാരെയും മറ്റവരും എല്ലാം AICC അല്ലെങ്കിൽ ഹൈക്കമാൻഡ് തീരുമാനിക്കുകയാണ്. കെ സുധാകരനും ഹൈക്കമാൻഡിൻ്റെ തീരുമാനപ്രകാരം വന്ന ആളാണ്. കെ സുധാകരൻ മാറണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ്. അതിൽ ചിലപ്പോൾ ചർച്ച ചെയ്തേക്കാം, എങ്കിൽ പോലും ഹൈക്കമാൻഡിനൊരു നിഗമനമെത്തും. മറ്റു പുനഃസംഘടനകൾ തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ്. അതുകൊണ്ട് അന്തരീക്ഷത്തിൽ പുനഃസംഘടനാ ചർച്ച നടത്തുന്നതിൽ ഒരു പ്രസക്തിയില്ല. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ രമേശ് ചെന്നിത്തല ആ തരത്തിൽ വളരെ ശക്തമായിട്ട് നിന്ന് പോരാടിയ ഒരാളാണ്. സമയബന്ധിതമായിട്ടാണ് അദ്ദേഹത്തെ മാറ്റിയത് എന്നാണ് ആ സമയത്ത് പറഞ്ഞിരുന്നത്. ഇതെല്ലാവർക്കും ബാധകമല്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. പുനഃസംഘടന വേണോ എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് തെറ്റാണ്. പുനഃസംഘടന വേണോ വേണ്ടോ എന്നതിനെക്കുറിച്ചൊരു ചർച്ചയിൽ നേതാക്കന്മാർ ചോദിച്ചാൽ അതിൽ അഭിപ്രായം പറയാമെന്നല്ലാതെ പരസ്യവേദികളിൽ പുനഃസംഘടന വേണം വേണ്ട എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയെ മാറ്റുകയോ ഇല്ലയോ എന്നുള്ളതല്ല, കോൺഗ്രസ് പാർട്ടി എന്നൊക്കെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ അപജയം ഈ പുതുരക്തപ്രവാഹം നിലച്ചതാണ്. അതാണ് സംഘടനാ ദൗർബല്യത്തിന് കാരണം. അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ്സിൽ ഒരു സംഘടനാപരമായ മാറ്റം, തലമുറ മാറ്റം അനിവാര്യമാണ്. അത് AICC തന്നെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. AICCയുടെ തീരുമാനം എന്ന് പറഞ്ഞെങ്കിൽ 50 വയസ്സിന് താഴെയുള്ളവർ 50% സ്ഥാനങ്ങളിൽ ഉണ്ടാകണം. അത് പാർലമെൻ്ററി സ്ഥാനമാണെങ്കിലും അസംബ്ലി സ്ഥാനങ്ങളും. 25% സ്ഥാനങ്ങൾ വനിതകൾക്കായിരിക്കണം, 20% പിന്നോക്കായിരിക്കണം. അത് നടപ്പിലാക്കണം. ഈ പുതുരക്തം എന്ന് പറയുമ്പോൾ ഇത് തലപ്പത്ത് ബാധകമാകുന്നില്ലേ? കെ സുധാകരൻ മാറണമെന്ന് പറയുന്നിടത്ത് പലരും അദ്ദേഹത്തിൻ്റെ പ്രായമടക്കം എടുത്തുകൊണ്ടാണ് പറയുന്നത്. അത് മാറണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ ചിലയിടങ്ങളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ വാർത്തയല്ലല്ലോ. പുതുരക്തം എന്ന് പറയുമ്പോൾ ഈ യുവത്വം മുതൽ വാർദ്ധക്യം വരെ അധികാര സ്ഥാനങ്ങളിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്ന അധികാര കുത്തക ശരിയല്ലെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഒരു സംഘടന എന്ന് പറയുമ്പോൾ ചെറുപ്പക്കാർ മുതൽ പ്രായമുള്ളവർ വേണം. ചെറുപ്പത്തിൻ്റെ ഊർജ്ജസ്വലതയും ആദർശപരമായ സാഹസിക ബുദ്ധിയും പ്രായത്തിൻ്റെ അനുഭവജ്ഞാനങ്ങളും ചേർന്നാലേ ഒരു പാർട്ടി ഒരു സംഘടനയാവുകയുള്ളൂ. അപ്പോൾ ഇലക്ടറൽ കോളേജ് എന്ന് പറയുന്നതിനകത്തും 18 വയസ്സുള്ള വോട്ടവകാശമുള്ള ആൾ മുതൽ നവതി വരെയുള്ള ആളുകളുണ്ട്. അപ്പം ആരോഗ്യമുള്ള ഒരിടത്തോളം കാലം ഒരാൾക്ക് രാഷ്ട്രീയത്തിൽ തുടരാനുള്ള അർഹതയുണ്ട്. മാത്രമല്ല ആരോഗ്യമെന്ന് പറയുന്നത് കൽപ്പിക്കേണ്ടത് അവരുടെ പ്രവർത്തന സന്നദ്ധതയാണ്, പ്രവർത്തന ഊർജ്ജമാണ്. അപ്പോൾ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും വെട്ടി നിർത്തണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല. എങ്കിൽ പോലും സംഘടനയ്ക്ക് യുക്തമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ചെറുപ്പക്കാരും മധ്യവയസ്കരും വൃദ്ധരും എല്ലാം ചേർന്ന ഒരു നേതൃത്വമാണ് ഉണ്ടാകേണ്ടത്. അത്തരമൊരു നേതൃത്വം ഉണ്ടാകണം. അതുകൊണ്ട് വാർദ്ധക്യമായതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റണം, ചെറുപ്പക്കാരൻ വരണമെന്ന് പറയുന്ന അർത്ഥമില്ല. ഓരോ പദവിക്കും ആൾ യോഗ്യനാണ്. ഇപ്പോൾ KPCC പ്രസിഡന്റ് പദവിക്ക് യുവാവ് യോഗ്യനാണെങ്കിൽ യുവാവും, വാർദ്ധക്യ എല്ലാവരും ആയിരുന്നില്ല. AK ആന്റണി 32-ാം വയസ്സിൽ KPCC പ്രസിഡന്റ് ആയാളാണ്. ഇവിടെ 76-77 വയസ്സുള്ള സുധാകരനുണ്ട്. അതിനേക്കാൾ പ്രായം ചെന്ന ആളുകൾ KPCC പ്രസിഡന്റ് ആയിരുന്നിട്ടില്ലേ? അപ്പോൾ അതുകൊണ്ട് പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥാനത്തെ വേർതിരിക്കാൻ പറ്റില്ല. ഒരുമിച്ച് വന്നവർ ഒരുമിച്ച് മാറുന്നതാണ് നല്ലത് എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തലുകൾ ഒരു വശത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അതായത് കെ സുധാകരനും VD സതീശനും ഒരുമിച്ച് മാറട്ടെ എന്നും പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതും ഇതേ തരത്തിലാണോ വിലയിരുത്തുന്നത്? അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. കോൺഗ്രസിൻ്റെ വർണ്ണ അനുസരിച്ച് ഒരുമിച്ച് വന്നവർ തന്നെ മാറിയിട്ടില്ലേ? പാർലമെൻ്ററി പാർട്ടി നേതാവായി വരുന്ന ആൾ കരുണാകരൻ പാർലമെൻ്ററി പാർട്ടി നേതാവ് വന്നപ്പോൾ ഇടയ്ക്ക് വെച്ച് അദ്ദേഹം മാറിയില്ലേ? മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറിയില്ലേ? അതുപോലെ തന്നെ ഇലക്ഷനിൽ ജയിച്ചു വന്ന വയലാർ രവിയെ മാറ്റി തെന്നാലി ബാലകൃഷ്ണപിള്ളയെ കൊണ്ടുവന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് പാർലമെൻ്ററി പാർട്ടി നേതാവും മറ്റേ KPCC പ്രസിഡന്റ് ഒരുമിച്ച് മാറണമെന്ന അർത്ഥം ഇല്ല. അത് ഒരുമിച്ച് മാറണോ വേണ്ടയോ തീരുമാനിക്കുന്നത് പാർട്ടിയാണ്, അത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിനെ സംബന്ധിച്ചോളം സതീശൻ്റെ പ്രവർത്തനക്ഷമമാണെങ്കിൽ അല്ലെങ്കിൽ യുക്തമാണെങ്കിൽ അദ്ദേഹം മാറേണ്ടതില്ല. അതേസമയം ഹൈക്കമാൻഡിനെ സംബന്ധിച്ചോളം കെ സുധാകരൻ തുടരേണ്ടതാണെന്നാണ് അഭിപ്രായമെങ്കിൽ അത് തുടരും. അപ്പം അങ്ങനെ ഒരുമിച്ച് മാറണോ അല്ലെങ്കിൽ ഒരുമിച്ച് മാറാതിരിക്കണോ എന്ന് പറയുന്നതിലൊന്നും ഒരു യുക്തിയില്ല. എന്ത് പെർഫോമൻസ് ഇല്ലായ്മയുടെ പുറത്തായിരിക്കും രമേശ് ചെന്നിത്തല മാറ്റിയിട്ടുണ്ടാവുക? വ്യക്തിപരമായിട്ടാണ് ചോദിക്കുന്നത്. അതെനിക്കറിയില്ല. കാരണം രമേശ് ചെന്നിത്തല 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് മാറിയത്. അതിനു മുമ്പ് ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരുന്നു, മുഖ്യമന്ത്രിയായി.
അദ്ദേഹം പാർലമെൻ്ററി പാർട്ടി നേതാവായിരുന്നു. വേണമെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് പ്രതിപക്ഷ നേതാവായിരുന്നു. ഉമ്മൻചാണ്ടിയെ മാറ്റി നിർത്തിയിട്ടാണ് രമേശ് ചെന്നിത്തല വന്നത്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല മാറ്റി നിർത്തിയിട്ടാണ് സതീശൻ വന്നത്. അതുകൊണ്ട് ആരും ഒരു സ്ഥാനത്ത് തന്നെ സ്ഥിരമായിരിക്കണമെന്നുള്ള അർത്ഥമില്ല. അത് രമേശിനെ മാറ്റിയത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൻ്റെ കുഴപ്പം കൊണ്ടാണെന്നൊന്നും ആരും പറയത്തില്ല. ഹൈക്കമാൻഡ് വന്നു, പ്രതികൾ സംസാരിച്ചു, അത് സതീശൻ വരട്ടെ തീരുമാനിച്ചു, അത്രയേ ഉള്ളൂ. വ്യക്തിപരമായിട്ട് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിലോട്ട് കടക്കുമ്പോൾ ഒരു മുഖമായിട്ട് ഒരാൾ നിൽക്കണം, അത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന തരത്തിൽ. അങ്ങനെ രമേശ് ചെന്നിത്തലയാണോ VD സതീശനാണോ എന്നുള്ള വ്യക്തിപരമായ പേഴ്സണൽ അഭിപ്രായം എന്താ? അങ്ങനെ നമുക്ക് ഒരാളെ വിലയിരുത്താൻ പറ്റില്ല. കാരണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻനിർത്തിയ അല്ല ഒരു പാർട്ടിയിലും തെരഞ്ഞെടുപ്പ് നടന്നുള്ളൂ. ഉദാഹരണത്തിന് EMS മുഖ്യമന്ത്രിയായി, അന്ന് അദ്ദേഹം മലബാറുകാരനായിരുന്നു. ഇപ്പോൾ CPM അങ്ങനല്ല. അല്ല, അദ്ദേഹം മുഖ്യമന്ത്രി ആവാൻ കരുതിയോ? അത് കഴിഞ്ഞ് EMS രണ്ടാമത് വന്നു. അത് കഴിഞ്ഞ് നയനാർ വന്നപ്പോഴത്തേക്കൊണ്ട് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം മത്സരിച്ചോലുമില്ല, അദ്ദേഹം ആയില്ലേ. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷം രണ്ടാമതും ഭരണം പിടിച്ചത് പിണറായി വിജയനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ്, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പറഞ്ഞുകൊണ്ടാണ്. അത് വർക്കൗട്ടായ ഫോർമുലയാണ്. അല്ല, അത് പാർട്ടിക്ക് ആണെങ്കിൽ ഒരു നേതാവ് അനിവാര്യമാണെന്ന് തോന്നിയാൽ അദ്ദേഹത്തെ മുൻനിർത്താം. പക്ഷേ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്നുള്ളതൊന്നും ഒരിക്കലും പ്രഖ്യാപിച്ചിട്ടില്ല. ജാതി മത സംഘടനകളുടെ പിന്തുണയില്ല പ്രതിപക്ഷ നേതാവിന് എന്നുള്ളൊരു ഒരു ആരോപണമാണ്. അതിപ്പോൾ SNDP തൊട്ട് NSS തൊട്ട് മാരാമൺ കൺവെൻഷൻ, മാർത്തോമ സഭ വരെയുള്ള വിഷയങ്ങളിൽ അതൊരു ന്യൂനതയാണോ? ജാതിമത ശക്തികളുടെ പിന്തുണ അടിസ്ഥാനത്തിലല്ല ഒരു കോൺഗ്രസ് നേതാവിൻ്റെ സ്വാധീനം ജയിക്കുന്നത്. കോൺഗ്രസ് ഒരു വിശാല മതേതര പാർട്ടിയാണ്, എല്ലാ സമുദായത്തിൽപ്പെട്ടവരും ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും സമുദായത്തിൻ്റെ ഇണക്കമോ പിണക്കമോ ഒന്നും നോക്കാറില്ല, പൊതു സ്വീകാര്യതയാണ് പ്രധാനം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സമുദായം ഇൻഡാകമാണ് എന്ന് ഉയർത്തിക്കാട്ടുകയോ താഴ്ത്തിക്കാട്ടുകയോ ചെയ്തതെന്ന് വെച്ചാൽ അതിനൊന്നും ഒരു പരിഗണന ഉണ്ടാവില്ല. കാരണം കേരളം പോലെയുള്ള ഒരു പ്രത്യേക സമുദായം എന്നുണ്ടെങ്കിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു സമൂഹത്തിൽ, ദളിതരും ഒക്കെ നിൽക്കുന്ന ഒരു സമൂഹത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ജാതിയുടെ അടിസ്ഥാനത്തിലൊന്നും ആരാണ് ഉയർത്തുന്നത്? ബാഹ്യശക്തികൾ കോൺഗ്രസിനെ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല. ഭാഗ്യശക്തികളുടെ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി നേതാക്കന്മാർ പ്രവർത്തിക്കാനും പാടില്ല. അതുകൊണ്ട് ഭാഗ്യശക്തികൾ ഉയർത്തിക്കാട്ടുന്ന ഒരാൾ മുഖ്യമന്ത്രി ആവില്ല. ഈ പറഞ്ഞ എല്ലായിടത്തും രമേശ് ചെന്നിത്തലയ്ക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് ഇതിനൊപ്പം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതായത് സാമുദായിക സംഘടനകളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് അടിസ്ഥാനത്തിലല്ല ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മികവ്, അത് പാർട്ടി കാണിക്കുന്നതാണ്. പാർട്ടിക്ക് പാർട്ടിയുടേതായ മാനദണ്ഡമുണ്ട്. ഒരു സമുദായ നേതാക്കളുമായിട്ട് ഒരു തുറന്ന പോരിനോ അല്ലെങ്കിൽ വിമർശനങ്ങൾക്കോ ഒരിക്കലും അത് UDF കോൺഗ്രസോ അതിൽ മുതിരാറില്ല. ഇടതുപക്ഷം അങ്ങനെയല്ല, BJPയും അങ്ങനെയല്ല. അവരവരുടേതായ ലക്ഷ്യങ്ങളിൽ അത്തരം ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കോൺഗ്രസ് ഒരു കാലത്തും അങ്ങനെ ഒരു നിലപാടെടുക്കുന്ന ഒരു പാർട്ടിയല്ല. അതുകൊണ്ടാണ് ചോദിച്ചത്. ഇത് പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങളിത് പ്രാധാന്യം കൊടുക്കാറില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കും? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ജാതിമത ശക്തികളുടെ പ്രതിനിധികളാണ് കോൺഗ്രസ് നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ ആ കാലം പോയി. കാരണം കോൺഗ്രസിനെ ജാതിമത ശക്തികൾ നിയന്ത്രിച്ചിരുന്ന ഒരു ആദ്യകാലങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ജാതിമത ശക്തികളുടെ നിയന്ത്രണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. അവരുടെ പ്രതിനിധികളായിട്ട് അത് നിയന്ത്രണത്തിൽ പ്രവർത്തിക്കാത്തത് കൊണ്ടാണോ സ്വാധീനം കോൺഗ്രസിന് നഷ്ടപ്പെട്ടത്? ഇനി അതിൻ്റെ അല്ല, ജാതിമത ശക്തികളുടെ നേതാക്കന്മാർക്ക് ആ ജാതി സമൂഹത്തിൽ വലിയ പ്രാമുഖ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഏതെങ്കിലും സമുദായ സംഘടനയുടെ നേതാവ് പറഞ്ഞാൽ ആ സമുദായത്തിലെ മുഴുവൻ ആളുകൾ വോട്ട് ചെയ്യൂ? അങ്ങനെയൊരു അവസ്ഥയൊന്നുമില്ല. കോൺഗ്രസിൻ്റെ ഉറച്ച വോട്ട് ബാങ്ക് ആയിരുന്ന പല സമുദായങ്ങളും പക്ഷേ പലയിടത്തോട്ടും മാറിയില്ലേ? പരസ്യ പിന്തുണയൊക്കെ മറ്റു പലയിടത്തോട്ടും കൊടുക്കുന്നൊരു സാഹചര്യമൊക്കെ കണ്ടില്ലേ? അത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി വർഗീയവൽക്കരണം കൂടി. പണ്ടും വർഗീയതയുണ്ട്, ബാലറ്റ് പെട്ടിയിൽ വളരെ നിശബ്ദമായി പ്രതിഫലിച്ചിരുന്നു. ഇപ്പോൾ അത് കൂടി. കാരണം BJPയുടെ വരവോട് സൂക്ഷിച്ചാണ് വർഗീയവൽക്കരണം ശക്തമായത്. കാരണം കോൺഗ്രസിൻ്റെ ദൗർബല്യം തന്നെയാണ് വർഗീയ സംഘടനകൾ വരാനുള്ള വളമൊരുക്കിയത്. കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള DAC വളർന്നതിന് ശേഷം DACയിൽ പോയ പല ആളുകളും തിരിച്ച് കോൺഗ്രസിലേക്ക് വന്നില്ല, അത് സത്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ സാമുദായിക ശക്തികൾ നിന്നും കോൺഗ്രസ് സമുദായ ശക്തികളെ മാനിക്കാത്തത് കൊണ്ടാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും പല സമുദായ ശക്തികളും കോൺഗ്രസിനെ അവഗണിക്കുന്നൊരവസ്ഥ വന്നു. ഈ തിരിച്ചു വന്നില്ല എന്ന് പറഞ്ഞല്ലോ, പല നേതാക്കന്മാരും പോയ ശേഷം അത് തിരിച്ചു കൊണ്ടുവരണം, അതിനൊരു സമഗ്ര പരിപാടി നടത്തണം എന്നൊക്കെ ഫേസ്ബുക്കിലൊക്കെ പറഞ്ഞൊരാളാണ് താങ്കൾ. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അജണ്ട, ആ പോകുന്നവരെല്ലാം പൊക്കോട്ടെ എന്നുള്ളൊരു അജണ്ടയിലേക്ക്? അല്ല, ഞാൻ തന്നെ കോൺഗ്രസ് വിട്ടുപോയ കോൺഗ്രസ് സിദ്ധാന്തങ്ങളിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല. ഞാൻ കോൺഗ്രസ് ഒരു മതമായി സ്വീകരിച്ചിട്ടുള്ള ആളാണ്. ഞാൻ 20 വർഷം മാറി നിന്നപ്പോഴും ഞാൻ CPMൽ അംഗത്വം സ്വീകരിച്ചില്ല, ചെങ്കൊടി പിടിച്ചിട്ടില്ല, എൻ്റെ കഴുത്തിൽ ചുവന്ന മാല വീണില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളോട് യാതൊരു യോജിപ്പുമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കാലഹരണപ്പെട്ട പ്രസ്ഥാനമാണെന്നും പ്രത്യയശാസ്ത്രം ചവിറ്റുകൊട്ടയിലാണെന്ന് വിശ്വസിക്കുന്ന ഞാൻ അവിടെ നിൽക്കാനിടയായ എന്താ? കോൺഗ്രസിൽ എനിക്ക് നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. കാരണം എന്താ?
അധികാര കുത്തക കോൺഗ്രസിൽ പാർലമെൻ്ററി രംഗത്തും സംഘടനാ രംഗത്തും അധികാര കുത്തക. ഒരാൾക്ക് സ്ഥാനം കിട്ടിയ ആൾ ഭരിക്കുന്നവരെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. അപ്പോൾ പുതിയ തലമുറയിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയപ്പോൾ ഞാൻ അതിന് ശബ്ദം ഉയർത്തി. എൻ്റെ അഭിപ്രായത്തോട് കോൺഗ്രസ് ചോദിക്കാൻ വന്നപ്പോൾ ഞാൻ രാജിവെച്ച് പോയി. എന്നെ പുറത്താക്കിയിട്ടില്ല. ഞാൻ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോവുകയാണ് ചെയ്തത്. പോയതിൻ്റെ അന്ന് മുതൽ തന്നെ എന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും ശ്രമിക്കുകയാണ്. ഞാൻ കോൺഗ്രസ് വിട്ടുപോയപ്പോൾ ഒരൊറ്റ കോൺഗ്രസ് നേതാവ് പോലും എനിക്കെതിരായി ഒന്നും പറഞ്ഞില്ല. ഏറ്റവും ഉന്നതനായ നേതാവ് ശ്രീ കെ കരുണാകരൻ പറഞ്ഞത് ചെറിയാമ്പിൽ പിന്നെ പുകച്ച് ചാടിച്ചു എന്നാണ്. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പോയെന്ന് പറഞ്ഞപ്പം ആ കണ്ണിൽ നിന്ന് വീണത് കണ്ണീരല്ല ചുടുചോരയാണെന്നാണ് കെ കരുണാകരൻ പറഞ്ഞത്. അപ്പോൾ 20 വർഷവും ഞാൻ വിട്ടുപോയപ്പോൾ എനിക്ക് കോൺഗ്രസിന് അണികൾക്കിടയിൽ സ്വാധീനം ഉണ്ടായിരുന്നു. ഇപ്പോൾ CPM ബന്ധപ്പെട്ട് പുറത്ത് ഞാൻ തിരിച്ചു വന്നിട്ട് ഇപ്പം 3.5 വർഷമാകുന്നു. ഒരു CPM നേതാവ് പോലും എന്നെക്കുറിച്ച് മോശമായ അഭിപ്രായം പറഞ്ഞിട്ടില്ല. എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? എന്നെക്കുറിച്ച് ചോദിച്ചുള്ളവരെല്ലാം രഹസ്യമായി നല്ലതേ പറഞ്ഞിട്ടുള്ളൂ. പരസ്യമായി അവരാരും കുറ്റപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ വിട്ടുപോയ സാഹചര്യം തന്നെ ഓരോരുത്തർക്കും വൈകാരികമായ ചില പ്രശ്നങ്ങൾ വന്നു. എടുത്തുകാട്ടമാണെന്ന് ഞാൻ സംഭവിച്ചു. പക്ഷേ അതുപോലെ പല പല കാരണങ്ങളാൽ പല ഘട്ടങ്ങളിലായി കോൺഗ്രസ് വിട്ടുപോയ ധാരാളം ആളുകളുണ്ട്. ഞാൻ ആളുടെ പേരെടുത്ത് പറയുന്നില്ല. ആ ആളുകൾ തിരിച്ചു വരേണ്ടത് ആവശ്യമാണ്. അവർ കോൺഗ്രസ് സംസ്കാരമുള്ളവരാണ്. അവർക്ക് CPMലോ BJPയിലോ നിൽക്കാൻ പറ്റില്ല. പുകച്ചു പുറത്ത് ചാടിക്കലോ പാർട്ടിയിൽ നിന്ന് എടുത്തു കളയലോ ഇല്ല. പാർട്ടിയിൽ അവിടെ തുടരും. പക്ഷേ പാർട്ടി ഒരിക്കലും ഈ വിഷയം അഭിസംബോധന ചെയ്യുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല എന്ന് ഇപ്പോഴും പറയുന്നത്. വയനാട്ടിൽ NM വിജയൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളടക്കം വന്നപ്പോൾ ഒരു അതായത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വിഭാഗത്തെ മനസ്സിലാക്കുന്നേ ഇല്ല എന്നുള്ളൊരു വലിയ വേദന ഉണ്ടായിരുന്നു. അതൊക്കെ ഈ പറഞ്ഞതിനകത്ത് ഉൾപ്പെടുത്തും. അതൊരു പ്രാദേശിക പ്രശ്നം മാത്രമാണ്. അല്ല, അത് അവിടെ നിന്ന് മാത്രം ഉയർന്ന വിഷയം അല്ലാത്തതുകൊണ്ട് ചോദിച്ചു. അതായത് കേരളത്തിലെ കോൺഗ്രസിൽ അവഗണിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവഗണന ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവഗണന ഉണ്ടാകാതിരിക്കാൻ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മാന്യമായ പരിഗണന കിട്ടാതെ വരുമ്പോൾ, അവർക്ക് അവഗണന ഉണ്ടാകുമ്പോൾ, അവർക്ക് മാനസിക വിഷമം ഉണ്ടാകുമ്പോൾ അവർ മാനസികമായ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ചിലപ്പം വിട്ടുപോയേക്കാം. അങ്ങനെയുള്ള ആളുകൾ വിട്ടുപോകാതെ സൂക്ഷിക്കേണ്ടത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. വിട്ടുപോയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരണം. അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള അത് സംസ്ഥാന നേതാക്കന്മാർ മാത്രമല്ല, പ്രവർത്തക ധാരാളമുണ്ട്. സംസ്ഥാന തലം മുതൽ വാർഡ് തലം പ്രവർത്തിച്ചിട്ടുള്ള കോൺഗ്രസിൽ നിന്നും കഴിഞ്ഞ 10-25 വർഷക്കാലമായി വിട്ടുപോയ നിരവധി ആളുകളുണ്ട്. അവരോട് വന്നാൽ മാത്രമേ കോൺഗ്രസ് ശക്തിപ്പെടുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വം അതിനെന്ത് നിലപാട് സ്വീകരിക്കുന്നു? അതിന് ഇപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും ധാരാളം ആളുകൾ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയവർ മാത്രമല്ല, CPMൽ നിന്ന് BJPയിൽ നിന്ന് വരും കോൺഗ്രസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാരും അറിയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ കോൺഗ്രസിലേക്ക് ആര് വന്നാലും കോൺഗ്രസിൻ്റെ സംസ്കാരവുമായി യോജിപ്പുള്ള, കോൺഗ്രസിൻ്റെ സിദ്ധാന്തങ്ങളുമായി ആഭിമുഖ്യമുള്ള ആർക്കും വരാം, അവരെ സ്വീകരിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ സന്ദീപ് വാര്യർ സ്വീകരിച്ചല്ലോ. അദ്ദേഹം ഒരു പുതിയ നിലപാട് സ്വീകരിച്ചപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഒരു പ്രശ്നമില്ല. പാലക്കാട് നിന്ന് കെ മുരളീധരൻ അടക്കമുള്ളവർ പലതും പറയാൻ ബാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. ഇപ്പോഴും ഒരുപക്ഷെ കെ മുരളീധരൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴും അദ്ദേഹം ചില അതൃപ്തികളൊക്കെ എവിടെ ഉണ്ട് എന്നാണ് പറയുക. അല്ല, അത് കോൺഗ്രസ് പാർട്ടിയുടേതാണ്. കോൺഗ്രസ് പാർട്ടിയിലെ ഒരു പ്രധാന നേതാവാണ് കെ മുരളീധരൻ. അദ്ദേഹം തുറന്നു പറയുന്ന സ്വഭാവക്കാരനാണ്. അദ്ദേഹം തന്നെ അതൃപ്തി പറയാറുണ്ട്. അത് തെറ്റൊന്നുമില്ല. അത് അതിർത്തിയെല്ലാം വിങ്ങിപ്പൊട്ടുന്ന മനസ്സുമായി വെച്ച് സൂക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് തുറന്നു പറയുന്നതല്ലേ. അത്രയെങ്കിലും ഒരു ശാന്തി കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കെ മുരളീധരൻ സംഘടനാ വിരുദ്ധമായ കാര്യം ചെയ്യുന്നില്ല. അദ്ദേഹം സംഘടനയ്ക്ക് വേണ്ടപ്പെട്ട ആളാണ്. അദ്ദേഹം നല്ലൊരു KPC പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം പല സ്ഥലങ്ങളിലും വൻപിച്ച വിജയം നേടിയ ആളുകളാണ്. ഒരിക്കൽ എന്നെ തോൽപ്പിച്ച ആളാണ്. അപ്പോൾ എനിക്ക് മുരളീധരനോട് വ്യക്തിപരമായി വലിയ ഒരു സ്നേഹമുണ്ട്. അതുകൊണ്ട് നമ്മുടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കെ മുരളീധരനെ പോലെ ഒരാൾ കുറച്ചും കൂടെ ഒരു പ്രോമിനൻസിൽ ആ മുഖങ്ങളിൽ ഒന്നായിട്ട് വരണം എന്ന് ചെറിയാൻ ഫിലിപ്പ് വിചാരിക്കുന്നു. അത് കേരളത്തിലെ കോൺഗ്രസിൽ ബഹുജന സ്വാധീനമുള്ള നന്മയുള്ള ധാരാളം നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാർക്കെല്ലാം അവർക്ക് അർഹമായ സ്ഥാനം കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. മുരളീധരൻ അതിൽപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ഭാരതത്തെക്കുറിച്ച് ചോദിച്ചു. CPMൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്താൻ കഴിയുന്ന ഒരാളുടെ പേര് പറയാൻ അവർക്ക് ആരും കഴിയില്ല. ഞാൻ എണ്ണി നോക്കിയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാവാൻ പ്രാപ്തിയുള്ള 7-8 പേരുണ്ട്. അത് കോൺഗ്രസിൻ്റെ അതായിരിക്കും ആ പാർട്ടിയിൽ ഇനി വരാൻ പോകുന്ന ആശയക്കുഴപ്പം. അതായിരിക്കില്ല. പക്ഷേ ഒരാൾക്കല്ലേ മുഖ്യമന്ത്രി ആകാൻ പറ്റുള്ളൂ. ആഗ്രഹിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ആഗ്രഹിക്കാൻ അവകാശമുള്ളതെന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രി ആവാൻ യോഗ്യനാണെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാവാൻ അർഹതയുള്ള ആളുകളുണ്ടെങ്കിൽ പോലും അവസാനം ഒരാളിലേ ആവുള്ളൂ.
അത് ഹൈക്കമാൻഡ് തീരുമാനിക്കും. ക്രൈസ്തവ സമുദായം BJPയിലേക്ക് പലപ്പോഴും പരസ്യ പിന്തുണയൊക്കെ പ്രകടമാക്കുന്ന ഒരു സമയമാണ്. ക്രൈസ്തവ സമുദായത്തിലുള്ള ഒരാൾ വേണം ഇനി KPCC പ്രസിഡന്റ് ആകാൻ എന്നുള്ള ചില ചർച്ചകളൊക്കെ നടക്കുന്നുള്ളതായിട്ട് പറയുന്നു. അത് കോൺഗ്രസിന് ഒരുപക്ഷെ ആ സമുദായത്തിന് കൂടുതൽ വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ കാരണമാകും, സഹായിക്കും എന്ന് കരുതുന്നുണ്ടോ? ഞാൻ KPCC പ്രസിഡന്റ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉയർന്ന പദവി. അത് സാമുദായികമായി വീതം വയ്ക്കേണ്ട ഒരു പദവിയല്ല. കേരളത്തിലെ കോൺഗ്രസ് നയിക്കാൻ കഴിയുന്ന ആൾ ഏത് സമുദായത്തിൽപ്പെട്ട ആളായാലും അങ്ങനെ ആളെയാണ് കണ്ടെത്തേണ്ടത്. അല്ല ജാതിമത സമൂഹവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ KPCC പ്രസിഡന്റ് സ്ഥാനം നൽകേണ്ടതാണ് എന്ന അഭിപ്രായം എനിക്കില്ല. ഇപ്പോൾ പോകുന്ന കാര്യങ്ങളെല്ലാം വളരെ ചിട്ടപ്പടിയാണ് എന്ന് കോൺഗ്രസ് പലപ്പോഴും അവകാശപ്പെടുന്നത് ഈ 3 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സീറ്റ് കിട്ടിയതുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ അത് ഈ 2011, 16, 21 അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ഈസി വാക്ക് ഓവർ ആയിരുന്നു. പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കോൺഗ്രസിന് നടന്നിരിക്കുന്നത്. പ്രവർത്തകരുടെ എണ്ണത്തിൽ അത് ഗുണമുണ്ടാക്കിയിട്ടില്ല. 2019 നോക്കുമ്പോൾ 2014 6 ലക്ഷം വോട്ടിൻ്റെയൊക്കെ കുറവ്. അതായത് പുതിയ വോട്ടർമാരൊന്നും വരുമ്പോൾ കോൺഗ്രസിന് ഗുണം വരുന്നില്ല. നേതാക്കന്മാരുണ്ടാകുന്നുണ്ട്, പക്ഷെ പ്രവർത്തകരുണ്ടാകുന്നില്ല. ഇതൊരു പാർട്ടിക്ക് വലിയ ചാലഞ്ചായിട്ട് നിൽക്കും. അതായത് ഉപതെരഞ്ഞെടുപ്പുകളിൽ നല്ല വിജയമാണ് നേടിയത്. കാരണം അത് ഉമ്മൻചാണ്ടി മരിച്ച ഒഴിവിലും PT തോമസ് മരിച്ച ഒഴിവിലും ഈ പാലക്കാട് ഷാഫി പറമ്പിൽ മാറിയ ഒഴിവിലൊക്കെ വന്നു. അപ്പോൾ അതിലൊക്കെ വലിയ നേട്ടം തന്നെയാണ്. പക്ഷേ കോൺഗ്രസിന് സംഘടനാ ദൗർബല്യമുണ്ട്. കാരണം ആ സംഘടനാ ദൗർബല്യം ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. അതിൻ്റെ ഉത്തരവാദി K. സുധാകരനോ അല്ലെങ്കിൽ VD സതീശനോ അല്ല. അത് കുറേ നാളുകളായി ഉണ്ടായ സംഭവമാണ്. അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാവുകയും സംഘടനാ ദൗർബല്യം പരിഹരിക്കുകയും സംഘടനയെ ശക്തമാക്കുകയും അതോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം വർദ്ധിപ്പിക്കുകയും വേണം. ഈ രണ്ടും കൂടെ ചേർന്നാൽ മാത്രമേ അധികാരത്തിൽ വരാൻ കഴിയുള്ളൂ. അങ്ങനെ ആയിട്ട് പോലും പാലക്കാട് അങ്ങനെ ഒരു വിജയം കണ്ടെത്തിയതാണ്. എന്നിട്ടും അതിൽ നിന്ന് വന്ന നേരത്തെ പറഞ്ഞ പോലെ K. മുരളീധരൻ അഭിപ്രായങ്ങൾക്കൊപ്പം അതിനൊപ്പം ചാണ്ടി ഉമ്മൻ നടത്തിയ പ്രതികരണങ്ങളൊക്കെ ഉണ്ട്. ഉമ്മൻചാണ്ടിയുടെ ജീവിക്കുന്ന സ്മാരകമാണ് ചാണ്ടി ഉമ്മൻ എന്ന് പറഞ്ഞ ഒരാൾ കൂടിയാണ് ചെറിയാൻ ഫിലിപ്പ്. അതായത് ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചോളം ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വലിയ റോളില്ലാത്തത് കൊണ്ട് അദ്ദേഹം ഒരു പരസ്യ പ്രസ്താവന നടത്തി. അതുകൊണ്ട് ഞാൻ ചാണ്ടി ഉമ്മനെ അവഗണിക്കരുതെന്നാണ് പറഞ്ഞത്. ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മനെ അവഗണിക്കരുതെന്ന് പറഞ്ഞു. K. മുരളീധരനെ അവഗണിക്കാൻ പാടില്ല. ഓരോ വ്യക്തിക്കും ഒരു മണൽത്തരിക്ക് പോലും കോൺഗ്രസിൽ പ്രസക്തിയുണ്ട്. നേതാവായാലും പ്രവർത്തകരായാലും ഒരു പ്രവർത്തകരെയും ഒരു നേതാവിനെ അവഗണിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഉറച്ച നിലപാട്. ഇപ്പോഴും ഈ പാളയത്തിൽ നിന്ന് പുറത്തുപോയ പത്മജ വേണുഗോപാൽ പറയുന്നുണ്ട്, കോൺഗ്രസ്സുകാർ ഇപ്പോൾ ഉള്ള പല കോൺഗ്രസ്സുകാർക്കും ഇത് പറയാൻ അവകാശമില്ല. K. കരുണാകരൻ അത്രയും വേദനിച്ചിരുന്നു മരണക്കിടക്കയിൽ പോലും, ആ ചതി താൻ നേരിട്ടുവെന്ന്. ആ കഥ ഉമ്മൻചാണ്ടിക്കും പറയാനുണ്ടാവില്ലേ? അത് മരിച്ചുപോയ 2 പേരുടെ വേദനയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമല്ലല്ലോ. അതുകൊണ്ട് K. കരുണാകരൻ എന്നോട് പറഞ്ഞ പല കാര്യങ്ങളുണ്ട്, ഞാൻ പറയത്തില്ല. ഉമ്മൻചാണ്ടി മരണാസന്നമായി കിടക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതൊക്കെ വ്യക്തിപരമായി പറഞ്ഞ കാര്യങ്ങളാണ്. എല്ലാ ആളുകൾക്കും അവരുടേതായ വ്യക്തിപരമായ വേദനകളും വിഷമങ്ങളും ഉണ്ടാകും. അത് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയുന്നത് ശരിയല്ല. അത് CPM ഉൾപ്പെട്ട ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ പറയത്തില്ല. പക്ഷേ മകളെന്ന നിലയിൽ പത്മജ വേണുഗോപാൽ പറഞ്ഞിട്ടുള്ളത് അത് കോൺഗ്രസിൽ നിന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അതിന് പ്രസക്തിയുണ്ട്. ഇപ്പോൾ BJPയുടെ വക്താവായി മാറിയിരിക്കുന്ന പത്മജ പറയുമ്പോൾ അതിനൊരു കോൺഗ്രസിൽ നിന്ന് പറഞ്ഞു യുവ നേതാക്കൾ പോലും മോശമായിട്ട് സംസാരിച്ചു. കോൺഗ്രസിൽ നിന്ന് പറഞ്ഞു. ഇപ്പം ഞങ്ങളുടെ അഭിമുഖത്തിൽ പോലും അങ്ങനെ പറഞ്ഞതാണ്. അതാരും കേട്ടില്ല. അതുകൊണ്ടാണ് പുറത്തു നിന്ന് പറയേണ്ട ഗതികേട് വന്നതെന്നും കൂടിയാണ് പത്മജ വേണുഗോപാൽ. അല്ല, എന്തായാലും പത്മജ പറഞ്ഞ വാക്കുകൾക്ക് ഇനിയും പ്രസക്തിയില്ലല്ലോ. കാരണം കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയ ഒരാൾ കോൺഗ്രസിനെ കുറിച്ച് പറയുന്നില്ല, എന്താ അർത്ഥം? മമ്മൂട്ടി CPMൻ്റെ ബന്ധം ഉപേക്ഷിക്കും, KT ജലീൽ അൻവറിൻ്റെ പാത തുടരും, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അതൊന്നും അല്ലല്ലോ സംഭവിച്ചത്. മമ്മൂട്ടി ഇപ്പോഴും CPMൽ അംഗമല്ല, സഹയാത്രികനാണ്. മമ്മൂട്ടി കൈരളി ചാനലിൻ്റെ ചെയർമാനായിട്ട് 25 വർഷം കഴിഞ്ഞു. 25 വർഷം അദ്ദേഹം ചാനലിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനായിട്ട് കരുതപ്പെട്ടിരുന്നു. പക്ഷേ അതിനുശേഷം വന്ന സുരേഷ് ഗോപി രാജ്യസഭാംഗമായി. അത് കഴിഞ്ഞ ശേഷം പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചു, കേന്ദ്രമന്ത്രിയായി. അത് BJPയുടെ ഞാൻ പറഞ്ഞതിൻ്റെ അല്ല. ഒരു ഇടതുപക്ഷ സഹയാത്രികനായി മമ്മൂട്ടി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു രാജ്യസഭാ പദവി കിട്ടുമെന്ന് കരുതി. ആ 25 വർഷത്തിനിടയിൽ അദ്ദേഹത്തിന് രാജ്യസഭാ പദവി കിട്ടിയില്ല. മാത്രമല്ല അദ്ദേഹത്തിന് പത്മശ്രീ, പത്മഭൂഷൺ തുടങ്ങിയ പദവികൾ ലഭിച്ചത് കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ കോൺഗ്രസ് സർക്കാരുകളുടെ സംഭാവനയാണ്. CPMൻ്റെ ഭരണം വന്ന സന്ദർഭങ്ങളിൽ CPM ഭരണം നോക്കുമ്പോൾ സ്റ്റേറ്റ് അവാർഡുകൾ നോക്കിയാൽ പോലും മമ്മൂട്ടിക്ക് സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടിയിട്ടില്ല. അപ്പോൾ CPM സഹയാത്രികനായി നിന്നതുകൊണ്ട് മമ്മൂട്ടിക്ക് വ്യക്തിപരമായി ഒരു ലാഭവും കിട്ടിയിട്ടില്ല. അതിൽ മമ്മൂട്ടിക്ക് വ്യസനമുണ്ട്. KT ജലീൽ അൻവറിൻ്റെ പാത പിന്തുടർന്നു പറഞ്ഞു. അൻവർ തന്നെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു ട്വിസ്റ്റിലേക്കാണെന്ന് കരുതുന്നുണ്ടോ? KT ജലീലിന് CPMനെ കൊണ്ട് ധാരാളം പ്രയോജനമുണ്ട്. അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയുടെ സംഘടനയുടെ സിവിയിലുണ്ടായിരുന്ന ആളാണ്. അതേസമയം പിന്നീട് കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ചു.
അപ്പോൾ KT ജലീൽ വന്നതുകൊണ്ട് മുസ്ലിം മേഖലയിൽ CPM ഗുണമുണ്ട്. അതിന് പ്രത്യേകകാരമായിട്ട് അദ്ദേഹത്തിന് MLA സ്ഥാനം കിട്ടി, മന്ത്രിസ്ഥാനവും കിട്ടി. പക്ഷേ ഒരു ഘട്ടത്തിൽ KT ജലീലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകളാണെങ്കിൽ പോലും അദ്ദേഹത്തിന് CPM നിന്നും വേണ്ടത്ര പരിഗണന കിട്ടിയില്ല എന്ന ഒരു ഇത് വന്നു. വീണ്ടും MLA സ്ഥാനം കൊടുത്തെങ്കിലും അദ്ദേഹം മന്ത്രിയാക്കിയില്ല. അപ്പോൾ CPM അവഗണിക്കുന്നു എന്ന ഒരു ഫീലിംഗിലേക്ക് KT ജലീൽ പോവുകയും അദ്ദേഹത്തിൻ്റെ സ്വരത്തിൽ ചില മാറ്റങ്ങൾ വരികയും ചെയ്തു. അൻവർ ശക്തമായി പറയുന്ന ഭാഷയിലാണെങ്കിൽ പോലും ചില അരോലസങ്ങൾ KT ജലീലിൻ്റെ ഭാഷയിലും ഫേസ്ബുക്കിലും ഉണ്ടായ സന്ദർഭത്തിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അൻവറിൻ്റെ ബാധ തന്നെ പിന്തുണയ്ക്കേണ്ടി വരികയും അൻവർ ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ എന്തോ കാരണങ്ങളാൽ അനുനയിപ്പിച്ചു എന്ന് വേണം കരുതാൻ. അൻവർ ഇപ്പോൾ എവിടെ എത്തി, അല്ലെങ്കിൽ എവിടെ കൃത്യമായിട്ട് എത്തുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടെ KT ജലീലിനെ അതിൽ നിന്ന് പിൻവാങ്ങിച്ചിട്ടുണ്ടാകും. രാഷ്ട്രീയത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പം അൻവർ എവിടെ എത്തി എന്നൊന്നും പറയാൻ പറ്റില്ല. അൻവർ ഇപ്പോൾ MLA സ്ഥാനം രാജിവെച്ചു, അവിടെ ബൈ ഇലക്ഷൻ വരാൻ പോകുന്നു. നാളത്തെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി എന്തെന്നുള്ളത് ഒറ്റ ദിവസം കൊണ്ട് പറയാൻ പറ്റില്ലല്ലോ. UDF എന്തുകൊണ്ട് പൂർണ്ണമായിട്ട് ഒരു വാതിൽ തുറക്കുന്നില്ല PV അൻവർ? അത് UDFൻ്റെ ഇപ്പം അദ്ദേഹം ഒരു വ്യക്തിയായിട്ടല്ലല്ലോ വരുന്നത്. അദ്ദേഹം ഒരു വ്യക്തിയായിട്ട് കോൺഗ്രസിൽ ചേരണോ അല്ലെങ്കിൽ ലീഗിൽ ചേരണോ എന്നുള്ളത് അദ്ദേഹം വ്യക്തിപരമായി തീരുമാനിച്ചാൽ മതി. അദ്ദേഹം ലീഗിൽ ചേരണമെന്ന് വെച്ചാൽ ലീഗിൽ തീരുമാനിച്ചാൽ മതി. അദ്ദേഹം കോൺഗ്രസ് ചേരണമെന്ന് വെച്ചാൽ കോൺഗ്രസ് തീരുമാനിച്ചാൽ മതി. അദ്ദേഹം DMK എന്ന പാർട്ടി അവിടെ പ്രതിയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒടുവിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന് പ്രതിയാണെന്ന് പറഞ്ഞു. അപ്പോൾ തൃണമൂൽ കോൺഗ്രസും DMKയും ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയാണ്. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയായ ആ ഘടകകക്ഷികളുടെ നേതാക്കന്മാർ സ്റ്റാലിനോ അല്ലെങ്കിൽ മമതാ ബാനർജിയോ ഘടകകക്ഷിയാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ജലീൽ ചെന്നിട്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവാണ് ഞാനെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഘടകകക്ഷിയാക്കണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? അപ്പം അതെല്ലാം വിശാലമായി തീരുമാനിക്കേണ്ട വിഷയങ്ങളാണ്. കാരണം UDFൽ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാകണമോ അല്ലെങ്കിൽ DMK ഉണ്ടാകണമോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് UDF ആണ്. അതായത് അൻവറിൻ്റെ നിലപാട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു. അല്ല, അൻവർ തൃണമൂൽ കോൺഗ്രസിൽ പോയി ചേർന്ന് അദ്ദേഹം UDFൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചു ഒക്കെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ പിന്തുണ സ്വീകരിക്കുകയും ചെയ്യും. പക്ഷേ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറയാനുള്ള അവകാശമുണ്ട്. പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞു, ഞങ്ങളെല്ലാം സ്വാഗതം ചെയ്യുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമുണ്ടോ? കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആര്യാട് ഷൗക്കത്ത് വേണോ VJ ജോയി വേണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് കോൺഗ്രസ്സാണ്. CPMലേക്ക് കൂടെ വരുമ്പോൾ CPM സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇനി അടുത്ത യുഗം ആരായിരിക്കും? പിണറായി വിജയൻ്റെ പേര് കഴിഞ്ഞാൽ ഇനി എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അങ്ങനെ ആരുമില്ല എന്ന് പറയുന്നിടത്ത് ചില ദ്വന്ദ്ങ്ങളൊക്കെ ഉരുത്തിരിയുന്നുണ്ട് എന്ന ചില പോസ്റ്റുകളൊക്കെ മുമ്പിട്ടിരുന്നു. അങ്ങനെ ഇപ്പോഴും കരുതുന്നുണ്ടോ? പിണറായി വിജയനെ മുൻനിർത്തിയാണല്ലോ 2 തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. ഇനി മൂന്നാമതൊരു തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ മുൻനിർത്തി വേണോ വേണ്ട എന്നുള്ളത് തീരുമാനിക്കേണ്ടതാണ്. കാരണം അദ്ദേഹത്തിന് എക്സംഷൻ കൊടുക്കണം. അദ്ദേഹത്തിന് അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് 80 വയസ്സ് ചെയ്യും. 75 വയസ്സ് കഴിഞ്ഞ ആളുകൾ തുടരാൻ പറ്റില്ല എന്നുള്ളതാണ് അവിടുത്തെ നിലപാട്. പക്ഷേ അച്യുതാനന്ദന് എക്സംഷൻ കൊടുത്തു, ജ്യോതിബാസിന് എക്സംഷൻ കൊടുത്തു, നയനാർക്ക് എക്സംഷൻ കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് പ്രായത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ ഒഴിവാക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത് പാർട്ടി തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ പിണറായി വിജയൻ്റെ സാധ്യത എന്താണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വീണ്ടും അധികാരത്തിൽ വന്നതിൽ അദ്ദേഹം എടുത്ത ചില നിലപാടുകളാണെന്നുള്ളത് വ്യക്തമാണ്. നമ്മൾ അംഗീകരിക്കണമല്ലോ. പക്ഷേ ആ പിണറായി വിജയനല്ല കഴിഞ്ഞ 5 വർഷത്തെ ഭരണം നടത്തപ്പോൾ പിണറായി വിജയൻ ഉണ്ടായിരുന്ന ജനങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു വലിയ ഇമേജ് ഇപ്പോൾ ഇല്ല. അത് പല പല കാരണങ്ങളാണ്. അതുകൊണ്ട് പിണറായി വിജയനെ മുൻനിർത്തി ജയിക്കുമോ വേണ്ടതെന്ന് തോക്കുമോ എന്നുള്ളത് വിലയിരുത്തേണ്ടത് പൊതുസമൂഹമാണെങ്കിൽ പോലും അത് സംബന്ധിച്ച് പാർട്ടിയുടെ നിലപാട് ഇപ്പോഴും വ്യക്തമല്ല. അത് പാർട്ടി തീരുമാനിക്കേണ്ട വിഷയമാണ്. പിന്നെ ഏതെങ്കിലും പേരുകൾ ചെറിയാൻ ഫിലിപ്പ് കാണുന്നുണ്ടോ അവിടെ? അങ്ങനെ ഒരാളില്ല. അവിടെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സെക്രട്ടറിയാണ് പ്രധാനം. പിണറായി വിജയൻ കഴിഞ്ഞാൽ ആ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ആൾ ഗോവിന്ദൻ മാഷാണ്. ആ ഗോവിന്ദൻ മാഷ് ആകോ ഇല്ലെന്നുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഗോവിന്ദൻ മാഷിന് മുമ്പ് കുറേ ആൾ വിജയരാഘവൻ ഉണ്ടായിരുന്നല്ലോ. CPM കൃത്യമായൊരു പരിഗണന നൽകി, അങ്ങനെയുള്ള ഒരു പദവികൾ കൂടി നൽകി ശ്രീ ചെറിയാൻ ഫിലിപ്പിനെ കൂടെ നിർത്തി. താങ്കൾ കോൺഗ്രസിലേക്ക് പിന്നീട് തിരിച്ചുപോയിട്ട് ഇത്ര വർഷമാകുമ്പോൾ പോയിട്ട് എന്ത് കിട്ടി എന്നുള്ളൊരു ചോദ്യം അതിനകത്ത് പ്രസക്തമാണ്. അത് ഇതുപോലെ തന്നെ ഞാൻ കോൺഗ്രസിലേക്ക് വിടുന്നു ചോദിച്ചപ്പോൾ പലരും എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് കോൺഗ്രസ് വിട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ കോൺഗ്രസ്സുകാരനായിരുന്നു, CPM ചേർന്നിട്ടില്ല. സത്യം പറഞ്ഞൊരു രാഷ്ട്രീയ വനവാസമായിരുന്നു. തിരിച്ച് വന്നത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല. സ്ഥാനമാനങ്ങൾ ഞാൻ ഒന്നും ഈ നിമിഷം വരെ അവരോട് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും എന്നെ AICC മെമ്പറാക്കി, രാഷ്ട്രീയകാര്യ സമിതി അംഗമാക്കി, മാധ്യമ സമിതി ചെയർമാനാക്കി എനിക്ക് വിളിച്ചു തരികയാണ് ചെയ്തത്. ഞാൻ ഒരാളോട് പോലും ഈ നിമിഷം പോലും ഒരു സ്ഥാനം വേണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ എല്ലാവരോടും പരസ്യമായി പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ കോൺഗ്രസ്സിലേക്ക് മടങ്ങുന്നത് ഒരു അഭയകേന്ദ്രത്തിൽ കിടന്ന് മരിക്കുന്നതിനേക്കാൾ സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കുന്നതാണ് നല്ലത് എന്ന് തോന്നിയതുകൊണ്ടാണ്. പക്ഷേ 20 വർഷം അപ്പോഴും അതൊരു പെട്ടെന്ന് ദഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. 20 വർഷവും ഞാൻ
ഞാൻ അവിടുത്തെ നേതാക്കന്മാരെ ബന്ധമുണ്ടായിരുന്നു. ശ്രീ പിണറായി വിജയനുമായിട്ടും കോടിയേരി ബാലകൃഷ്ണനൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്നു. AK സെൻറ്ററിൽ ബന്ധമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പാർട്ടിയുടെ ഉള്ളവകളിലേക്ക് പോയില്ല. 20 വർഷത്തെയും CPM-നുള്ളിൽ അങ്ങനെ നിൽക്കാൻ കഴിയുമായിരുന്നില്ല, പിന്നെയും തുടർന്നു. അല്ല, CPM-നുള്ളിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന AK സെൻ്റെ വരാന്തയിൽ വേറൊരാളെ കയറ്റില്ല. പാർട്ടി അംഗമല്ലാത്ത ഒരാൾക്ക് ജീവനക്കാരനും പോലും ആവാൻ പറ്റില്ല. ഞാൻ പാർട്ടി അംഗമല്ലാതെ 20 വർഷം അവിടെ ഓഫീസ് മുറി ഒന്ന് തന്നെ ഇരുത്തി. എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. പക്ഷേ 20 വർഷം ഇരുന്ന ആ കാലഘട്ടത്തെ ഒരു കാര്യവും ഞാൻ പുറത്തു പറഞ്ഞിട്ടില്ല. അങ്ങനെ പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ട് അതുമായിട്ട് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തോന്നിയത് കൊണ്ട് കൂടിയാണോ ചെറിയ? അതല്ല, വളരെ താത്വികമായിട്ടുള്ള മാത്രമാണ് അവിടെ നിന്ന് വിട്ടുപോയത്. എല്ലാ പാർട്ടികൾക്കും അതിൻ്റെതായ ഗുണമുണ്ട്, ദോഷമുണ്ട്. അപ്പം ഞാനിപ്പം കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയപ്പോഴത്തേക്കൊണ്ട് കോൺഗ്രസിലെ കാര്യങ്ങളൊന്നും ഞാൻ പുറത്തു പറഞ്ഞ് ഒരാളെ ആക്ഷേപിച്ചിട്ടില്ല. അതുപോലെ തന്നെ CPM-ൻ്റെ സഹയാത്രിക പദവി വിട്ട് വന്നപ്പോൾ ആരെയും ആക്ഷേപിച്ചിട്ടില്ല. അത് മര്യാദയുടെ പ്രശ്നമാണ്. എന്നെ വിശ്വസിച്ചുകൊണ്ട് കരുണാകരനും ആൻ്റണിയും ഉമ്മൻചാണ്ടിയും എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മനസ്സിൽ ഇപ്പോഴും രഹസ്യമായി നിൽക്കുന്നു. എന്നെ ഏൽപ്പിച്ചുകൊണ്ട് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എൻ്റെ മനസ്സിൽ രഹസ്യമായി നിൽക്കുന്നു. അവിടെയാണ് രാഷ്ട്രീയ മര്യാദ എന്ന് ഞാൻ കരുതുന്നു. രാഷ്ട്രീയ മര്യാദ സ്വാഭാവികം, അത് തന്നെയാണ്. അപ്പോഴും എന്നാലും ചോദിക്കും, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ ആത്മകഥയോ മറ്റോ ആയിട്ട് ഇത് അങ്ങനെ എന്തെങ്കിലും ചെറിയാൻ ഫിലിപ്പ് ഇത് പറയാനുള്ള സാധ്യതയുണ്ടോ? ഒരിക്കലുമല്ല. ജീവിതത്തിൽ അങ്ങനെയില്ലല്ലോ. ഞാൻ എത്ര ശ്രമിച്ചാലും ലാഭനഷ്ട കണക്കുകൾ എൻ്റെ മനസ്സിലില്ല, എൻ്റെ ജീവിതത്തിലില്ല. പക്ഷേ ഞാൻ എത്ര ശ്രമിച്ചാലും എത്ര പദവി കിട്ടിയാലും എനിക്ക് ചെറിയാൻ ഫിലിപ്പ് ആവാനേ പറ്റൂ. ചെറിയാൻ ഫിലിപ്പായി മരിക്കുക, അതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. തീർച്ചയായിട്ടും. വളരെയധികം നന്ദി ശ്രീ ചെറിയാൻ ഫിലിപ്പ് QAT-നൊപ്പം.